ടോക്സിക് എന്തായാലും റേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സോ ബോളിവുഡ് ഫൈനലി ഗോട്ട് ഇറ്റ്സ് ബാഹുബലി 2 ഇൻ ദി ഫോം ഓഫ് ദുരന്തർ ദ റിവെഞ്ച്. എന്തുകൊണ്ട് വൈ ബാഹുബലി 2 അങ്ങനെ പറയാൻ കാരണമുണ്ട് ഗൈസ്. കാര്യം സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി പാൻ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കുന്നത് സീക്വൽ ഹൈപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ സീക്വൽ പടങ്ങൾ ഇറക്കിയിട്ടാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാഹുബലി ഫസ്റ്റ് പാർട്ട് 2015 റിലീസായപ്പോൾ സംഭവിച്ചത്. ഒന്നല്ല രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. പാൻ ഇന്ത്യൻ പടം എന്നുള്ള കൺസെപ്റ്റിന് കുറച്ചുകൂടി വൈഡ് റീച്ചും പാൻ ഇന്ത്യൻ ആക്ടർ പ്രഭാസ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടെന്ന് പലരും അറിഞ്ഞു. എനിക്കറിയായിരുന്നു കേട്ടോ നേരത്തെ, പക്ഷെ പലരും അറിഞ്ഞത് ബാഹുബലി എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്താണ്. അതിലൊരേ തർക്കവും ഇല്ല, അതാണ് അതിൻ്റെ സത്യം. പിന്നെ ടോളിവുഡ് എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിലുണ്ടെന്നും ഇന്ത്യയിലെ പല മുക്കിലും മൂലയിലുള്ള ആളുകൾ അറിഞ്ഞതും ബാഹുബലി എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോഴാണ്. ആ സിനിമ റിലീസായി ഫസ്റ്റ് പാർട്ടിന് നല്ല പ്രൊമോഷൻ കൊടുത്താണ് റിലീസ് ചെയ്തത്. 600 കോടി വേൾഡ് വൈഡ് ഫസ്റ്റ് പാർട്ട് വാരിയെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇന്ത്യ മൊത്തം, ഇന്ത്യയിലെ മുക്കിലും മൂലയ്ക്കുള്ള ഓരോ ആളുകളും വെയിറ്റ് ചെയ്തു. കാരണം എന്താണ്, വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി. അത് തന്നെ, അതിങ്ങനെ നാഷണൽ ലെവലിൽ ട്രെൻഡിങ് അടിച്ച് നടന്നു 2 വർഷം. അതിനുശേഷം വന്നു 2017 ബാഹുബലി 2 ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് അതിൻ്റെ കാൽക്കലേക്ക് ഇങ്ങനെ പോയി വീഴുവാണ് ചെയ്തത്. 1800 കോടിയാണ് വേൾഡ് വൈഡ് വാരിക്കൂട്ടിയത്. അതൊരു സംഭവം തന്നെയാണ്, അതൊരു തുടക്കമാണ്. ആ തുടക്കം പിടിച്ചുകൊണ്ട് പിന്നെ പലരും വന്നു. അങ്ങനെ വന്നതിലൊരു കൊമ്പനാണ് സാൻഡൽവുഡിൽ നിന്ന് വന്ന KGF എന്ന് പറയുന്ന പടം. ആ KGF ഇങ്ങനെ വന്നു. സാൻഡൽവുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി നമുക്കറിയാം മോളിവുഡിനേക്കാൾ, നമ്മുടെ മോളിവുഡിനേക്കാൾ പിന്നിലായിരുന്നു ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിൽ. പക്ഷേ KGFന് ശേഷം മൊത്തം മാറി. ആ ഇൻഡസ്ട്രിയുടെ തലവര തന്നെ തിരുത്തി എഴുതിയ പടമായിരുന്നു. 250 കോടി ഫസ്റ്റ് പാർട്ട് വാരിയെങ്കിൽ സെക്കൻഡ് പാർട്ട് 1200 കോടിയിലാണ് പോയി നിന്നത്. ഇനി അതിൻ്റെ 3ാം ഭാഗം വരുന്നുണ്ട്. യശ് എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ടറിനെയും കിട്ടി. അങ്ങേരും അങ്ങനെ ഒരു നടൻ അവിടെ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പ്രഭാസിനെ അറിയായിരുന്നു ബാഹുബലിക്ക് മുമ്പ്, പക്ഷേ യഷിന KGFന് മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്കും അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. പിന്നെ ഈ സീക്വൽ ഹൈപ്പ് പറയാൻ നേരത്ത് നമുക്കും ഉണ്ട് കേട്ടോ ഒരു പടം, നമ്മുടെ അഭിമാനം ലാലേട്ടൻ രായുവേട്ടൻ. 2ാം ഭാഗം പ്രൊപ്പഗാണ്ട എടുത്ത് വച്ചില്ലായിരുന്നെങ്കിൽ നിന്ന് കത്തിയേനെ. പക്ഷേ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ അത് തീയായിരുന്നു. 120 കോടി വാരി. സെക്കൻഡ് പാർട്ട് ആ ഒരു സീക്വൽ ഹൈപ്പിൻ്റെ പുറത്ത് പ്രീ സെയിൽസ് നിന്ന് കത്തിയത് നമ്മൾ കണ്ടതാണ്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇതൊരു ആവറേജ് ആയിട്ട് 250 കോടി വാരി. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ 500 പോയി നിന്നേനെ നമുക്കും അടിക്കായിരുന്നു. പക്ഷേ രായുവിൻ്റെ പ്രൊപ്പഗാണ്ട പണ്ണൽ അത് അങ്ങോട്ട് ഏറ്റില്ല, അതുകൊണ്ട് അടിച്ചില്ല. ഇനി ബോളിവുഡിലേക്ക് വരാം. ബോളിവുഡും ഈ ദുരന്തർ ദ റിവഞ്ചിലൂടെ ആ ഒരു പവർ അറിയാൻ പോവുകയാണ്. സീക്വൽ പവർ അറിയാൻ പോവുകയാണ്. സോ നമുക്ക് ആ പവർ എന്ന് അറിഞ്ഞാൽ പോയിട്ട് വരാം അല്ലേ. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് കുറേ പേര് ഇങ്ങനെ മെഴുകാൻ സാധ്യതയുണ്ട്. ഇവർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ബോളിവുഡിലാണോ സീക്വൽ ഇല്ലാത്തത്, സീക്വൽ ഹൈപ്പ് ഇല്ലാത്തത്, സീക്വൽ ഹിറ്റ് ഇല്ലാത്തത്? ശരിയാണ്, ബോളിവുഡിൽ ഒരുപാടുണ്ട്. സീക്വൽസിൻ്റെ ബഹളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീക്വൽസ് ഇറങ്ങുന്നതും അവിടെ തന്നെയാണ്. ഉദാഹരണത്തിന് ഡോൺ, കൃഷ്, ബോൽബുലയ, ധമാല്, നമ്മുടെ ഏതായിരുന്നു ഇപ്പോൾ ഒരെണ്ണം ഏതാണ്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സ്ത്രീ, അങ്ങനെ ഒരുപാടുണ്ട്. ചവർ പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ളതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അവിടെ നമ്മുടെ ബാഹുബലി പോലെയോ KGF പോലെയോ ഇന്ത്യയിലെ മുക്കിലും മൂലയിലുള്ള ഓരോ ആളുകളും ഇങ്ങനെ സീക്വലിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. 2ാം ഭാഗം എന്നിറങ്ങും ബൈ കട്ടപ്പാക്കലിൻ്റെ ബാഹുബലി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കില്ല. അത് സംഭവിക്കാൻ പോവുകയാണ് ദുരന്തർ 2 ദ റിവഞ്ച് എന്ന് പറയുന്ന പടത്തിലൂടെ. അതൊരു വമ്പ സംഭവം തന്നെയായിരിക്കും. കാര്യം ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസായപ്പോഴത്തേക്കും അത് വിത്തൗട്ട് GCC ആണ് റിലീസായത്. ഈ വിത്തൗട്ട് GCC എന്ന് പറഞ്ഞാൽ ഇന്ത്യ സിനിമകളെ സംബന്ധിച്ച് വലിയൊരു പാരയാണ്. കാര്യം നമ്മുടെ ആളുകൾ ഒരുപാട് പേരുള്ളത് GCC കൺട്രീസിലാണ്. അവിടെ ഒരു ഇന്ത്യ സിനിമയ്ക്ക് റിലീസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കളക്ഷനെ നല്ല രീതിയിൽ ബാധിക്കും. ജവാൻ എന്ന് പറയുന്ന SRK പടം 100 കോടിയിൽ കൂടുതലോ 100 കോടിക്ക് അടുത്തുമാണ് GCC കൺട്രിയിൽ നിന്ന് മാത്രം വാരിക്കൂട്ടിയത്. അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ആർക്ക് കിട്ടിയില്ല? ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ടിന് കിട്ടിയില്ല. എന്നിട്ടും 1350 കോടി വേൾഡ് വൈഡ് വാരിക്കൂട്ടി വൻ സക്സസ് ആയി. ഇനി സെക്കൻഡ് പാർട്ട് റിലീസാകാൻ പോകുന്നു. ഇപ്പോൾ GCC യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടോക്സിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആട് 3 എന്ന് പറയുന്ന സിനിമ നമ്മുടെ മോളിവുഡിലെ ഒരു ഗെയിം ചേഞ്ചർ പടമാണ്. അതും മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ മെയിൻ മാർക്കറ്റിംഗ് ഗൾഫാണ്. ഗൾഫിലെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല കേരളത്തിൽ. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ദുരന്തറിന് റിലീസ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് ബാൻ കിട്ടിയ സ്ഥിതിക്ക് സെക്കൻഡ് പാർട്ടിനും അവർക്കവിടെ ബാനായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്കറ്റ് അവർ നോക്കേണ്ട കാര്യമില്ല. ബാക്കി മാർക്കറ്റ് മൊത്തം വെച്ച് ഈ വെക്കേഷൻ സീസൺ അവർ തൂത്ത് വാരും. ദുരന്തർ 2 ദ റിവഞ്ച് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് എഴുതി വെച്ചോ 2000 കോടി, ഒരു സംശയമില്ല. 2000 കോടിക്ക് മേളിലേക്ക് ആദ്യമായിട്ടല്ലല്ലോ, ദംഗൽ എന്ന് പറയുന്ന സിനിമ ബോളിവുഡിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ടൊരു ബോളിവുഡ് സിനിമയും കൂടി
അടിക്കാൻ പോകുന്നു 2000 കോടി. അടിച്ചിരിക്കും 100%. കാര്യം കേരളത്തിൽ പോലും ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുള്ള ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ പലരെയും വിളിച്ച് എൻ്റെ കൂട്ടുകാരും വന്നില്ല, ഞാൻ ഏറ്റവും അവസാനം ഒറ്റക്ക് പോയാണ് കണ്ടത്. കാര്യം എനിക്ക് അങ്ങനെ കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു ആ പടം. പക്ഷേ ഇവരെല്ലാവരും, ഞാൻ വിളിച്ച എല്ലാവന്മാരും ഫോണിൽ കണ്ടിട്ട് എടാ നീ വിളിച്ചപ്പോൾ വന്നാൽ മതിയായിരുന്നടാ എന്ന് എന്നോട് പറഞ്ഞ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ടിയിൽ നമുക്ക് കിട്ടിയത്. ഇനി സെക്കൻഡ് പാർട്ടിയിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ 2000 കോടി ഇന്ന് എണ്ണി തുടങ്ങാം. കേരളത്തിൽ ഉൾപ്പെടെ ആടുതലയും കൂടി റിലീസ് മാറ്റിയാണെങ്കിൽ കത്തും. കേരളത്തിൽ 10 കോടി പോലും ഫസ്റ്റ് പാർട്ട് വാരിയിട്ടില്ല. സെക്കൻഡ് പാർട്ട് 30 to 40 കോടി വരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്ത് പാക്കലാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദുരന്തർ 2? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫസ്റ്റ് പാർട്ട് കണ്ടതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടോ. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. നമ്മുടെ ചാനലിൽ നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഇറക്കുന്നത്. കൂടെ കൂടിക്കോണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.